ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളും കൊണ്ടാണ് കേട്ടോ. നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഉപകരിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ. ആദ്യത്തെ ടിപ്സ് നമുക്ക് നോക്കാം. ആദ്യത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇരുമ്പ് പാത്രങ്ങളൊക്കെ, അതായത് കാസ്റ്റ് അയൺ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വിനാഗിരി എടുക്കുക, അതിനകത്തേക്ക് കുറച്ച് നമ്മളുടെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക. നമ്മളുടെ സോപ്പ് ഓയിലുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. ഇത് കഴുകുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളുടെ സ്പോഞ്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, നമ്മളുടെ സ്ക്രബ്ബർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചാൽ കൂടുതലായിട്ടും അതിൽ തുരുമ്പ് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് കഴുകി വൃത്തിയാക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കിയാൽ മതിയാകും കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാസ്റ്റ് അയൺ പാത്രങ്ങൾ എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. ഇതാ കണ്ടോ, നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വിനാഗിരി ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലത്തെ പാത്രങ്ങളിൽ എന്ത് തന്നെ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇതിനകത്ത് ഉണ്ടാക്കുന്നതിനൊരു പ്രത്യേക രുചിയായിരിക്കും. നമ്മളിത് കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് എല്ലാ പാചകവും ചെയ്തതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യുക. അതിന് ശേഷം അത് വെള്ളമയമില്ലാതാക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ തടവി വെക്കുകയാണെങ്കിൽ ഒരു തുരുമ്പ് പോലും എടുക്കാതെ നല്ല ക്ലീനായിട്ട് നമ്മളുടെ കാസ്റ്റ് അയൺ പാത്രങ്ങളും അതുപോലെ ഇരുമ്പ് പാത്രങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. നല്ലൊരു ടിപ്പാണ്, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ നമ്മളെന്നും തന്നെ ദോശയ്ക്കും അതുപോലെ ഇഡ്ഡലിക്കും ഒക്കെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാറുണ്ടല്ലേ. ആ ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അതുപോലെ തന്നെ ദോശമാവ് എടുക്കുന്ന സമയത്ത് അത് പുളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ അതിന് മയം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു ടിപ്പാണ്. കുറച്ച് നമ്മളുടെ ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളേ ചേർക്കാവുള്ളൂ, കൂടിപ്പോകരുത്. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ നമുക്ക് വേഗത്തിൽ റെഡിയാക്കി എടുക്കാം. പിന്നെ ദോശയ്ക്ക് നല്ല മുരുമുരുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ നമ്മളുടെ പഞ്ചസാരയും കൂടി ചേർത്തും നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ലൊരു കളറ് കിട്ടും ദോശയ്ക്ക്. അപ്പം ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു ടിപ്പാണ്. അതുപോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ദോശയ്ക്ക് അരയ്ക്കുന്ന സമയത്ത് ഉഴുന്നിനകത്ത് കുറച്ച് നമ്മളുടെ ഉലുവയുണ്ടല്ലോ, ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് അരയ്ക്കുവാണെങ്കിലും ഒരു പ്രത്യേക മണവും രുചിയായിരിക്കും നമ്മളുടെ ഈ ദോശയ്ക്ക് കിട്ടുന്നത്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ചമ്മന്തി ഉണ്ടാക്കുമ്പം തിളച്ച് പോകാൻ പാടില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നല്ല സൂപ്പറായിട്ടുള്ള ചമ്മന്തി കിട്ടണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മാത്രം മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചമ്മന്തി കിട്ടുമേ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയതാണ്. ഇഡ്ഡലി എല്ലാവർക്കും അറിയാം, പാകം ചെയ്തതിന് ശേഷം ഇതുപോലെ ഇരിക്കും. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് വെള്ളമയമൊക്കെ കാണാറുണ്ട്. അപ്പം നിങ്ങൾ സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. മീനൊക്കെ വറുക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു ടിപ്പാണ്. ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ മീൻ വറുക്കുന്ന സമയത്ത് ഒരു നുള്ള് നമ്മളുടെ മാവ് പൊടി ഉണ്ടല്ലോ, അത് ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്താൽ ഒട്ടും കഴിയാത്ത രീതിയിൽ നമുക്ക് മീൻ വറുത്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കും നമ്മളുടെ ഫിഷ് ഫ്രൈക്ക്. നല്ല ടേസ്റ്റും കിട്ടും. ആ കറിവേപ്പില നമ്മളുടെ നാടൻ കറിവേപ്പിലാണെങ്കിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാവേ. പിന്നെയുള്ള ടിപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനൊക്കെ വറുക്കുമ്പോൾ ആ ഒരു സ്മെല്ല് മാറാൻ പറ്റിയൊരു ടിപ്പാണ് കേട്ടോ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രം എടുത്ത് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലായിരിക്കും വീട് മുഴുവൻ പരക്കുന്നത്. അപ്പം നമുക്ക് മീൻ വറുത്ത ആ ഒരു സ്മെല്ലൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ആ ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയൊരു ടിപ്പ് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്തും ഒക്കെ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന, അതായത് ഡിപ്പ് ചെയ്ത് എടുക്കുന്ന ആ ഒരു ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിനകത്തെല്ലാം ഇതുപോലെയുള്ള ടിപ്പുകൾ ട്രൈ ചെയ്ത് നോക്കാം. എണ്ണയുടെ ചൂടെന്ന് പറയുന്നതാണ് കേട്ടോ അതിൻ്റെ പെർഫെക്റ്റായിട്ട് നമുക്ക് ആ സംഭവം കിട്ടുന്നത്. അപ്പം നല്ല രീതിയിൽ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചൂടായ സമയത്ത് നോക്കിയതിന് ശേഷം മാത്രം നമ്മളുടെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്തെടുത്താൽ വളരെ എളുപ്പത്തിൽ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. എന്നാലൊട്ട് എണ്ണ കുടിക്കത്തുമില്ല കേട്ടോ. അപ്പം എണ്ണയുടെ ചൂടാണ് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗം. സിമ്മിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളുടെ ആ ഒരു ഭക്ഷണ പദാർത്ഥം എണ്ണ കുടിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂടോടുകൂടി തന്നെ ഇതുപോലെയുള്ള ഫ്രൈ ആക്കുന്ന സാധനങ്ങളൊക്കെ വറുത്ത് കോരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പെർഫെക്റ്റായിട്ട് നമുക്ക് ഉന്നക്കായയോ അല്ലാന്നുണ്ടെങ്കിൽ കട്ട്ലറ്റോ ഒക്കെ വറുത്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി നമ്മൾക്ക് ഇതുണ്ടാക്കാനുള്ള ബ്രെഡ് ക്രംസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പെന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രെഡ് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് കിട്ടും കേട്ടോ.
അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രെഡ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷവും ഇതുപോലെ പൊടിച്ചെടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുവാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് കിട്ടും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം കേട്ടോ. പാല് പിരിഞ്ഞു പോയെങ്കിൽ സങ്കടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. ആ പാലിനകത്തേക്ക്, പിരിഞ്ഞു പോയ പാലിനകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. 1/2 ലിറ്റർ പാലാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണൊക്കെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അതൊന്നുകൂടി പിരിഞ്ഞ് കിട്ടും. അതിനുശേഷം അത് നമുക്ക് ഹോം മെയ്ഡ് പനീറാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കുക. ഒരു തുണിയിൽ ചുറ്റി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ക്യൂബ്സ് ആയിട്ട് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ഹോം മെയ്ഡ് പനീർ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് പാലൊക്കെ പിരിഞ്ഞു പോയെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് നല്ല പാൽ വാങ്ങിച്ചതിന് ശേഷം അതിനകത്തേക്ക് വിനാഗിരി ഒഴിച്ചും പനീർ വീട്ടിൽ റെഡിയാക്കി എടുക്കാം. കുറച്ച് സോസും കൂടി ഞാനിവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സവാളയൊക്കെ ചേർത്തുണ്ടാക്കുന്നത് നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ട്രൈ ചെയ്ത് നോക്കുക. വിനാഗിരി മാത്രമല്ല കേട്ടോ, നമ്മൾക്ക് നാരങ്ങാനീരിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നാരങ്ങാനീര് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതിയാകും. പിരിഞ്ഞില്ല എന്ന് കണ്ടാൽ കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം കേട്ടോ പനീർ. ഇനി നമുക്ക് പായസമൊക്കെ വെക്കുന്ന സമയത്ത്, ഓണക്കാലമൊക്കെ ആണല്ലോ വരാൻ പോകുന്നത്, അപ്പോൾ നമുക്ക് പായസമൊക്കെ വെക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയൊരു ടിപ്പ് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകവും കുറച്ച് ഏലക്കയും ഇത്തിരി ചുക്കും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പായസത്തിൻ്റെ ആ ടേസ്റ്റേ മാറ്റി കളയൂട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള രുചി കിട്ടാനായിട്ട് നിങ്ങളെ സഹായിക്കും. അരിപ്പായസമൊക്കെ വെക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയൊരു സൂപ്പറായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം കല്ലിൽ വെച്ച് പൊടിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടും പൊടിച്ചെടുക്കാം കേട്ടോ. ഏലക്കായയും ജീരകവും അതുപോലെ തന്നെ നമ്മുടെ ചുക്കും കൂടി ചേർത്ത് പൊടിച്ചെടുക്കുന്നതിനകത്തേക്ക് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് അരിച്ചതിന് ശേഷം നന്നായിട്ട് വെന്ത് വന്നിരിക്കുന്ന ആ ഒരു അരിയിലേക്ക്, ചോറിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ശർക്കരയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പായസം ടപ്പനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അരിപ്പായസം കുടിക്കാൻ ചില സമയത്ത് നമുക്ക് നല്ല ആഗ്രഹം തോന്നും അല്ലേ? ആ സമയത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു ടിപ്പാണ്. ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പായസം കിട്ടും കേട്ടോ. കുറച്ച് നെയ്യും കൂടി ലാസ്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ട് മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചെമ്മീനൊക്കെ വാങ്ങിക്കുമ്പം, കൊഞ്ച് വാങ്ങിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ സൂപ്പറായിട്ടുള്ളൊരു ടിപ്പാണ്. കൊഞ്ച് വാങ്ങിക്കുമ്പോൾ നമ്മളുടെ വയറിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാൻ പറ്റില്ല. അത് നല്ല സൂപ്പറായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. വലിയ സൈസ് കൊഞ്ചാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സ്റ്റൊമക്കിന് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ കൊഞ്ച് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇങ്ങനെയുള്ള ആ ഒരു അഴുക്ക് അതിനകത്തുനിന്ന് മാറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രം കൊഞ്ച് റെഡിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സംഭവം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വയറിന് വേദനയും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ടും ഇതുപോലെ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് കൊഞ്ചിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു ടിപ്പ് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കൊഞ്ചൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ചെറുതായിട്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ പോയി നല്ല ക്ലീനായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ടും ഈ ഒരു ടിപ്പ് നിങ്ങളെ സഹായിക്കും കേട്ടോ. നന്നായിട്ട് ഇതുപോലെ കുറച്ച് വിനാഗിരിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതിയാകും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൊഞ്ച് വറക്കുന്ന സമയത്ത് നന്നായിട്ട് ഹാർഡായി പോകുന്നൊരു സംഭവം ഉണ്ടല്ലേ, അത് മാറാനായിട്ട് ഈ ടിപ്പ് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതിയാകും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഓണക്കാലത്ത് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് കേട്ടോ. എല്ലാ സമയത്തും ചെയ്യാം, ഞാനിവിടെ ചെയ്യാറുണ്ട്. കുറച്ച് പൈനാപ്പിൾ എടുക്കുക. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മളുടെ ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് കേട്ടോ. പുളിശ്ശേരി നല്ല ടേസ്റ്റാണ് കൂട്ടാനായിട്ട്, കുറച്ചധികം ദിവസം കേടാവാതെ ഇരിക്കും. അപ്പം 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ നമ്മളുടെ ഉലുവയും കൂടി ചേർക്കുക. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ തന്നെ നമ്മളുടെ കുരുമുളക്. എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കുക മിക്സിയിൽ. നല്ല ഫൈനായിട്ട് അരയണം എന്നില്ല, നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം ഒരു ചട്ടി ചൂടാക്കുക. അതിനുശേഷം കടുകിട്ട് കൊടുക്കുക. നന്നായിട്ട് പൊട്ടുന്ന സമയത്ത് ഉള്ളി ഇട്ട് കൊടുക്കുക. നമ്മളുടെ വത്തലമുളകുണ്ടല്ലോ, അത് ഇതുപോലെ പൊട്ടിച്ചതിന് ശേഷം നന്നായിട്ട് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ പൈനാപ്പിളിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. ഉള്ളിയുടെ മൂപ്പൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു രീതിയിൽ മൂത്ത് വന്നതിന് ശേഷം മാത്രം പൈനാപ്പിളിൻ്റെ ആ ഒരു ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉള്ളി മൂത്തതിന് ശേഷമാണല്ലോ നമ്മൾ മുളക് ഇടാറുള്ളൂ, അതും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്.
അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് തേങ്ങയൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു പുളിശ്ശേരിയാണ്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ വളരെയധികം ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ട്രൈ ചെയ്യണം കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മൾ പുളിശ്ശേരിക്കകത്ത് തൈരും കൂടി ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടി ഉപ്പൊക്കെ വേണ്ടി വരും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. തൈര് നല്ല കട്ട തൈര് വേണം ചേർക്കാനായിട്ട്. വെള്ളം ഒട്ടും ഇല്ലാത്ത തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇതിനകത്ത് തേങ്ങയൊന്നും ചേർക്കുന്നില്ലല്ലോ. മിക്സിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ പൈനാപ്പിൾ കൂട്ടിലേക്ക് നമ്മൾ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. സ്വാദിൻ്റെ കാര്യത്തിൽ പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതേ കൂട്ട് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇടാൻ മറക്കരുതേ. നല്ല ചോറിൻ്റെ കൂടെ, കുത്തിരി ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഏത് തരം അരിയാണെങ്കിലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റാണല്ലേ കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്കുകൾ പറയാൻ മറക്കില്ല കേട്ടോ. അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം വെച്ച് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. ഒത്തിരി കനം കൂടാൻ പാടില്ല, ഒത്തിരി കുറഞ്ഞു പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു പാനിലേക്ക് നന്നായിട്ട് ചൂടായിരിക്കുന്ന സമയത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചൂടാക്കുക. അതിന് ശേഷം ഇതുപോലെ മൂത്ത് വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് തിരിച്ചിട്ട് കൊടുക്കുക, മറിച്ചിട്ട് കൊടുക്കുക. എന്തായാലും അത് നന്നായിട്ട് വാടി കിട്ടണം. ഏത്തപ്പഴത്തിൻ്റെ ആ ഒരു പച്ച ഒരു കളറുണ്ടല്ലോ, പച്ച കളർ മീൻസ് അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നമ്മളുടെ പഞ്ചസാരയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു ഫുഡാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ വളരെയധികം നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആ പഞ്ചസാരയും നെയ്യും ഈ പഴവും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണാനെത്തി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ പുതിയ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ ഒന്ന് വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് വന്ന് വീഡിയോസൊക്കെ കാണുമല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.